എല്ലാവർക്കും നാരായണീയ വായനയിലേക്ക് സ്വാഗതം. ഇന്ന് ദശകം 80 കേൾക്കാം. ഹരി ഓം. നമ്മൾ നാരായണീയം 79 ദശകം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 80ാമത്തെ ദശകം പഠിക്കാം. അപ്പോൾ അതിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ചെമന്തകമണി മോഷ്ടിച്ചു എന്നുള്ള കഥയെക്കുറിച്ചിട്ടുള്ള പരാമർശമാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാം. ദശകം 80 ചെമന്തകം. സത്രാജിതസ്ത്വമധലുപ്തവദർക്കലബ്ധം ദിവ്യം ചെമന്തകമണിം ഭഗവന്നയാചി തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യാത്മജാം തുയിരതാം ചരതോ വിഘോഷം. ഹേ ഭഗവൻ, ഭഗവാനെ വിളിക്കുന്നതാണ്. അല്ലയോ ഭഗവാനെ, അധത്വം അതിനുശേഷം അവിടുന്ന് ലുബ്ധവത് അർക്ക ലബ്ധം സത്രാജിത, അതായത് സത്രാജിതിന് സൂര്യഭഗവാനിൽ നിന്നും ചെമന്തകമണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ്. ദിവ്യം ചെമന്തകമണി, ഒരു ദിവ്യമായിട്ടുള്ള രത്നം മണി, ചെമന്തകമണി. അയാചി, ഭഗവാൻ ചോദിച്ചു, സത്രാജിതിനോട് ചോദിച്ചു, ആ ചെമന്തകമണി നീ എനിക്ക് തരണമെന്ന് പറയുകയാണ്. കാരണം ബഹുവിധം മമ ഭാതി, അതിനുള്ള കാരണം ബഹുവിധം, അതായത് ബഹുവിധം എന്ന് പറഞ്ഞാൽ പലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ത്വയിരതാം, അങ്ങയിലെ, അതായത് ഭഗവാനിലെ അനുരക്തിയായിട്ടുള്ളവളും തസ്യ ആത്മജ എന്ന് പറഞ്ഞാൽ സത്രാജിതിന്റെ പുത്രി, അതായത് സത്യഭാമ. ചലത വിവോഢം ന്യൂനം, സൂത്രത്തില് വിവാഹം ചെയ്യാൻ ആണെന്ന് തോന്നുന്നു എന്നാണ്, ഉറപ്പിക്കുകയാണ്. ന്യൂനം, ഉറപ്പിക്കുന്നു, ഞാൻ ഉറപ്പിക്കുന്നു. അല്ലയോ ഭഗവാനെ, പിന്നീട് അവിടുന്ന് സൂര്യനിൽ നിന്ന് സത്രാജിതിന് ലഭിച്ച ദിവ്യമായ സമന്തകരത്നത്തെ ഒരു കൊതിയനെ പോലെ യാചിച്ചു. അതിനു കാരണം പലതാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങയിൽ അനുരക്തിയായവളും സത്രാജിത്തിന്റെ പുത്രിയുമായ സത്യഭാമയെ സൂത്രത്തിൽ വിവാഹം ചെയ്യാനാണ് ഈ യാചന എന്ന് ഞാൻ ഉറപ്പിക്കുന്നു. ഈ രണ്ടാമത്തെ ശ്ലോകം. അദത്തം തം ദുഃഖ്യം മണിവരമനീനാത്മനസാ പ്രസേനതഭ്രാത ഗളഭുവിവഹൻ പ്രാപമൃഗയാം അഹന്നേനം സിംഹോ മണിമഹസി മാംസഭ്രമവശാത് കവീന്ദ്രസ്തം ഹത്വാ മണിമപി ച ബാലായ ദദിവാൻ. അല്പമനസ അനേന തുഭ്യം അദത്തം, അല്പബുദ്ധിയായ സത്രാജിത്ത് അങ്ങക്ക് നൽകാത്ത തം മണിവരം, ആ ചെമന്തകമണി, ഗളഭുവിവഹ ഭ്രാത പ്രസേന, അപ്പൊ അത് സത്രാജിത്ത് സ്വന്തം സഹോദരന് കൊടുത്തു, പ്രസേനൻ എന്ന സഹോദരന് കൊടുത്തു. അവൻ അത് കഴുത്തിൽ മണിഞ്ഞുകൊണ്ട് മൃഗയാ പാപ, മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് കാട്ടിൽ പോവുകയാണ്. അപ്പോൾ സിംഹമണി മഹസി മാംസഭ്രമവശാൽ ഏനം അഹൻ, അപ്പോൾ ഒരു സിംഹം ഈ പ്രസേനൻ കഴുത്തിൽ മണിയും കെട്ടിക്കണ്ടു വന്നപ്പോൾ മാംസഭ്രമവശാൽ അവനെ കൊല്ലുകയാണ്, പ്രസേനെ കൊന്നു. അഭിച കവീന്ദ്ര തം ഹത്വ, അപ്പൊ അവിടെ പിന്നെ എന്താണ് മൃഗയാം പ്രാപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേട്ടയാടാൻ വേണ്ടിയിട്ട് അവിടെ പ്രസേനൻ കാട്ടിൽ വന്നു. അപ്പൊ അവിടെ ഒരു സിംഹം വന്നിട്ട് മാംസഭ്രമവശാൽ, അപ്പൊ ഈ പ്രസേനനെ കൊന്നിട്ട് ഈ രത്നം എടുക്കുകയാണ്. അപ്പൊ അവിടെ ഒരു കവീന്ദ്രൻ വന്നു, അതായത് അഭിച കവീന്ദ്ര തം ഹത്വ. കവീന്ദ്രൻ ആരാണ്? ജാമ്പവാൻ അവിടെ വന്നിട്ട് ഈ സിംഹത്തിനെയും കൊന്നിട്ട് എന്ത് ചെയ്തു? മണിയും ബാലായ ദദിവാൻ, ആ മണി എടുത്തിട്ട് സ്വന്തം കുട്ടിക്ക് കളിക്കാൻ കൊടുത്തു. അല്പബുദ്ധിയായ സത്രാജിത്ത് അങ്ങയ്ക്ക് നൽകാത്ത ആ മികച്ച രത്നത്തെ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് സത്രാജിത്തിന്റെ അനുജനായ പ്രസേനൻ നായാട്ടിന് പോയി. ഒരു സിംഹം രക്തത്തിന്റെ തേജസ്സിൽ മാംസമാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ പ്രസേനനെ കൊന്നു കളഞ്ഞു. മാത്രമല്ല, വാനരശ്രേഷ്ഠനായ ജാമ്പവാൻ ആ സിംഹത്തെ നിഗ്രഹിച്ചിട്ട് ആ രത്നം തന്റെ ബാലന് കളിപ്പാട്ടമായിട്ട് കൊടുക്കുകയും ചെയ്തു. ശശംസു സത്രാജി ഗിരമനുജനാസ്വാം മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകനിജ
തത സർവജ്ഞോപി സ്വജനസഹിതോ മാർഗണപര പ്രസേനം തം ദൃഷ്ട്വാ ഹരിമപി ഗതോ ഭൂകപിഗുഹാം. സത്രജിത്തിരം അനുജന. സത്രജിത്ത് പറഞ്ഞു പരത്തിയതനുസരിച്ച് ജനങ്ങള് ത്വാം മണിഹരം ശംസു, ഭഗവാനാണ് മണി കട്ടെടുക്കുന്നത് നിങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഗുണിന ദോഷഗണിക, ഗുണവാന്മാരുടെ ദോഷലേശം. ജനാനാം പീയൂഷം ഭവതി, ജനങ്ങൾക്ക് അമൃതാണ്. തദത്വം സർവജ്ഞ അഭി, അനന്തരം അവിടുന്ന് എല്ലാം അറിയുന്നവനായിരുന്നിട്ടും സ്വജനസഹിത, സാധാരണക്കളെ പോലെ സ്വന്തം ആൾക്കാർ ഒരുമിച്ചിട്ട് മാർഗണപര, ശമന്തകം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ്. തം പ്രസേനം ഹരിം അഭി ദൃഷ്ട, കാട്ടിൽ ആ പ്രസേനെയും സിംഹത്തെയും കണ്ടിട്ട് കവി ഗുഹാം ഗത അഭു. അപ്പൊ അവിടെ കാട്ടിൽ ഭഗവാൻ ചെന്നപ്പോ കണ്ടു പ്രസേനെ ഒരു സിംഹം കൊന്നിട്ടിരിക്കണു, സിംഹവും ചത്തിരിക്കണു. പിന്നെ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഒരു ഗുഹയിലേക്ക് ജാമ്പവാന്റെ കാലടി കാണാണ്. അപ്പൊ അത് പിന്തുടർന്നിട്ട് ഭഗവാൻ ഗുഹയിലേക്ക് എത്തി എന്നുള്ളതാണ്. കവി ഗുഹാം ഗത അഭു. സത്രാജിത്ത് പരത്തിയതനുസരിച്ച് ജനങ്ങൾ നീന്തുരോടിയാണ് ശമന്തകം കട്ട എടുത്തത് എന്ന് പറയാൻ തുടങ്ങി. ഗുണവാന്മാരുടെ ദോഷലേശം ജനങ്ങൾക്ക് അമൃതാണ്. അനന്തരം അവിടുന്ന് എല്ലാം അറിയുന്നവനായിരുന്നിട്ടും സാധാരണക്കാരനെ പോലെ സ്വന്തം ആൾക്കാർ ഒരുമിച്ചിട്ട് ശമന്തകം അന്വേഷിക്കാൻ താല്പര്യത്തോടെ പുറപ്പെട്ടു. കാട്ടിൽ ആ പ്രസേനെയും സിംഹത്തെയും കണ്ടിട്ട് ആ സിംഹത്തെ നിഗ്രഹിച്ചവൻ ആണെന്ന് സംശയിക്കപ്പെടുന്ന കവിയുടെ അതായത് കുരങ്ങന്റെ ജാമ്പവാന്റെ നിവാസസ്ഥാനമായ ഗുഹയിലേക്ക് കടന്നു ചെന്നു. ഇനി 4ാമത്തെ ശ്ലോകം. ഭവന്തമവിതർക്കയന്നതിവയാ സ്വയം ജാമ്പവാൻ മുകുന്ദ ശരണം ഹിമാം കയരോസുമിത്യാലവൻ വിഭോ രഘുപതേ ഹരേ ജയ ജയത്യലം മുഷ്ടിഭിः ചിരം തവ സമർച്ചനം വ്യതിത ഭക്തചൂടാമണി. ഭക്തചൂടാമണി അതിവയ ജാമ്പവാൻ. ഈ ജാമ്പവാൻ അതിവയ വയസ്സനായിരിക്കണം. ഭക്തചൂടാമണിയാണ്, അതായത് ശ്രീരാമചന്ദ്രന്റെ പരമഭക്തനാണ്. ഭവന്തം അഭിതർക്കയൻ, നീന്തുരുടെ പറ്റി ഒന്നും സംശയിക്കാണ്ടേ മുകുന്ദ ശരണം ഹി മാ രോധം. മുകുന്ദ ശരണം അതായത് മോക്ഷദായകനായ ശ്രീരാമചന്ദ്രനെ ശരണമായി ആണെന്ന് പ്രസിദ്ധനായ എന്നെ തടയുവാൻ ഇഹക്ക ഇതി സ്വയം ആലവൻ. ഇഹക്ക ഈ ലോകത്തിൽ ആരുണ്ട് എന്നിങ്ങനെ തന്നെത്താൻ പറഞ്ഞുകൊണ്ടും വിഭോ രഘുപതേ ഹരേ സർവവ്യാപയ ശ്രീരാമചന്ദ്ര ഹരേ ജയ ജയ ഇതി ജയിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് അലം ചിരം മുഷ്ടിഭി, എന്നിട്ട് ഈ ശ്രീകൃഷ്ണ ഭഗവാനെ മുഷ്ടി ചുരുട്ടിയിട്ട് ഇടിക്കുകയാണ്. എന്ന് സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ ഇടിച്ചു, ധാരാളം നല്ലോണം ഇടിച്ച് പൂജനം ചെയ്തു എന്നുള്ളതാണ്. ഇത് ശ്രീകൃഷ്ണ ഭഗവാൻ താൻ പൂജിക്കുന്ന ശ്രീരാമചന്ദ്രൻ തന്നെയാണ് എന്ന് ജാമ്പവാൻ ഒട്ടും മനസ്സിലായില്ല. എന്നിട്ട് ഇടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പരമഭക്തനും അതിവൃദ്ധനും ആയ ജാമ്പവാൻ നീ തിരുവടിയെ പറ്റി ഒന്നും സംശയിക്കാതെ നീ തിരുവടി ശ്രീരാമസ്വാമിയുടെ രൂപാന്തരം തന്നെയെന്ന് മനസ്സിലാക്കാതെ മോക്ഷദായകനായ ശ്രീരാമചന്ദ്രനെ ശരണമാക്കിയവനെന്ന് പ്രസിദ്ധനായ എന്നെ തടയുവാൻ ഈ ലോകത്തിൽ ആരുണ്ട് എന്നിങ്ങനെ തന്നെത്താൻ പറഞ്ഞുകൊണ്ടും സർവവ്യാപിയായ ശ്രീരാമചന്ദ്ര ഹരേ ജയിച്ചാലും എന്ന് സ്തുതിച്ചുകൊണ്ട് ധാരാളം വളരെ നേർമുഷ്ടികളെ കൊണ്ട് അങ്ങേ നല്ലവണ്ണം പൂജനം ചെയ്തു. ഇനി 5ാമത്തെ ശ്ലോകം. ബുദ്ധ്വാദതേന ദത്താം നവരമണീം വരമണീം ച പരിഗൃഹ്ണൻ അനുഗൃഹ്ണൻ നമ്മാഗ സപതിത സത്രാദിതേ മണിം പ്രാദാ. അത ബുദ്ധ്വാ അനന്തരം ഇന്ദുരുടെ തിരിച്ചറിഞ്ഞിട്ട് തേന ദത്താം നവരമണീം വരമണീം ച പരിഗൃഹ്ണൻ. അപ്പൊ ഈ ജാമ്പവാൻ എന്ത് ചെയ്തു? സ്വന്തം പുത്രിയായ ജാമ്പവാനെയും ആ സെമന്തകമണിയെയും ഭഗവാന് കൊടുക്കുകയാണ്.
അമും അനുഗൃഹണൻ ആക. അപ്പൊ ഈ ഭഗവാൻ അവനെ ജാമ്പവാനെ അനുഗ്രഹിച്ചിട്ട് ദ്വാരകയിലേക്ക് മടങ്ങി വരികയാണ്. സപതിച്ച സത്രാജിതേ മണിയും പ്രാത. ഉടനെ തന്നെ സത്രാജിത്തിന് ആ സമന്തകമണി തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അനന്തരം നീ തിരുവടിയെ തിരിച്ചറിഞ്ഞ് ജാമ്പവാൻ തിരുമുൽ കാഴ്ചയായിട്ട് നൽകിയ സുന്ദരിയായ പുത്രിയായ ജാമ്പവതിയെയും ശ്രേഷ്ഠമായ സമന്തക രത്നത്തെയും സ്വീകരിച്ചുകൊണ്ടും ജാമ്പവാനെ അനുഗ്രഹിച്ചുകൊണ്ടും അവിടുന്ന് ദ്വാരകയിലേക്ക് മടങ്ങി വന്നു. ഉടനെ തന്നെ സത്രാജിത്തിന് സമന്തക രത്നം പ്രദാനം ചെയ്യുകയും ചെയ്തു. ഇനി 6ാമത്തെ ശ്ലോകം. തദ്ന സഖലു വ്രീളാലോലോ വിലോല വിലോചനാം ദുരിതരമഹോ ധീമാൻ ഭാമാം ഗിരൈവ പരാർപ്പിതാം അതിതമണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാനപി പ്രമുദിതമനസ്തസ്യൈവാദാൻമണിം ദഹനാശയാ. തദനു ധീമാൻ സഖലു. അനന്തരം ബുദ്ധിശാലിയായ സത്രാജിത്താകട്ടെ വ്രീളാലോല, അതായത് ലജ്ജയ ചഞ്ചലനായിട്ട്, വിലോല വിലോചന, ഇളകുന്ന നീഴ്മിഴികൾ ഉള്ളവളും, ഗിര ഏവ പരാർപ്പിതാം ദുരിതരം ഭാമാം, വാക്കുകൊണ്ട് മാത്രം ശതധന്വാവിന് നൽകപ്പെട്ടവളുമായ പുത്രിയായ സത്യഭാമയെ, അതായത് ഈ സത്രജിത്ത് സ്വന്തം മകളായ സത്യഭാമയെ ശതധന്വാവിന് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് അപ്പോ സത്രാജിത്ത് സ്വന്തം പുത്രിയായ സത്യഭാമയെ ശ്രീകൃഷ്ണനാണ് കൊടുത്തത്. മണിനാഥാർത്ഥം തുഭ്യം അതിത അഹോ, സമന്ത മണിയോട് കൂടിയിട്ട് നിൻചൊരുവടിക്ക് ദാനം ചെയ്തു. അഹോ അത്ഭുതം, അതായത് ചിത്രം എന്നാണ്. ഗഹനാശയ ഭവാൻ അഭി, ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത മനസ്സോട് കൂടിയ അവിടൊന്നും ലഭ്യം സമീത്യ, കിട്ടേണ്ടത് കിട്ടിയിട്ട്, അതായത് കന്യാരത്നത്തിന് കിട്ടിയല്ലോ, സത്യഭാമയെ കിട്ടിയല്ലോ. ഈ സമന്തകമണിക്കൊന്നും ഭഗവാൻ ആഗ്രഹമില്ല. പ്രമുചിതമന, സന്തോഷ മനസ്സോട് കൂടിയിട്ട് തസ്യ ഏവ മണി, അതായത് ആ സമന്തകമണി തിരിച്ചു കൊടുത്തു, സത്രാജിത്തിന് തിരിച്ചു കൊടുത്തു, സത്യഭാമയെ സ്വീകരിക്കുകയും ചെയ്തു. അനന്തരം ബുദ്ധിശാലിയായ സത്രാജിത്താകട്ടെ ലജ്ജയാ ചന്ദ്രനായിട്ട് ഇളകുന്ന മിഴികളുള്ളവളും വാക്കുകൊണ്ട് മാത്രം ശതധന്വാവിന് നൽകപ്പെട്ടവളുമായ പുത്രിയെ സത്യഭാമയെ സമന്തക രത്നത്തോടു കൂടി നിൻതിരുവടിക്ക് ദാനം ചെയ്തു. ചിത്രം, ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത മനസ്സോട് കൂടിയ നിൻതിരുവടിയും കിട്ടേണ്ടത് കന്യാരത്നത്തെ കിട്ടിയത് കൊണ്ട് അത്യന്തം സന്തുഷ്ട ഹൃദയനായിട്ട് സത്രാജിത്തിന് തന്നെ സമന്തക രത്നം തിരികെ കൊടുത്തു. ഇനി 7ാമത്തെ ശ്ലോകം. വ്രീളാകുലാം രമയതി ത്വയി, വ്രീളാകുലാം രമതി ത്വയി സത്യഭാമ കൗന്ദേയദാ കഥയാത കുരുൻ പ്രയാതേ ഈ ഗാന്ധിനേയ കൃതവർമ്മ ഗിരാനിപാത്യ സത്രാജിതം ശരധനുർമണിമാജഹാര. ത്വയി വ്രീളാകുലാം സത്യഭാമാം, നീ തിരുവടി ലജ്ജാശീലയായ സത്യഭാമയെ രമയതി, രമിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടവേ, അത കൗന്ദേയദാഹ കഥയ, അല്പകാലത്തിനു ശേഷം പാണ്ഡവന്മാർ അരക്കില്ലത്തിൽ വെന്തുപോയി എന്ന കഥ കേട്ടു. കുരുവർ പ്രയാതെ, അപ്പോ എന്താണ്ടായത്, കുരുദേശത്തേക്ക്, അതായത് ഹസ്തിനപുരത്തേക്ക് എഴുന്നള്ളി ഭഗവാൻ, സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഹി ശതധനു, കഷ്ടം, ശതധന്വാവ്, ഗാന്ധിനേയ കൃതവർമ്മഗിര, ഗാന്ധിനേയ എന്ന് പറഞ്ഞ അക്രൂരൻ, വർമ്മഗിര അതായത് കൃതവർമാവിനെയും വാക്ക് കേട്ടിട്ട് സത്രാജിതം നിപാത്യ, ആ സത്രാജിത്തിനെ അങ്ങ് വധിച്ചു. മണി ആ ജഹാര, എന്നിട്ട് ആ മണി തട്ടിയെടുത്തു, സമന്തമണി തട്ടിയെടുത്തു. ഈ അക്രൂരനും, ആരാണ് അക്രൂരനും കൃതവർമാവും കൂടിയിട്ട് ഇങ്ങനത്തെ പണി ചെയ്തു. നിൻ തിരുവടി ലജ്ജാശീലയായ സത്യഭാമയെ രമിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടവേ, അല്പകാലത്തിനു ശേഷം പാണ്ഡവന്മാർ അരക്കില്ലത്തിൽ വെന്തുപോയി എന്ന വൃത്താന്തം കേട്ടു കുരുദേശത്തേക്ക്, അതായത് ഹസ്തിനപുരത്തേക്ക് എഴുന്നള്ളുകയുണ്ടായി. അപ്പോൾ കഷ്ടം, ശതധന്വാവ്
അക്രൂരന്റെയും കൃതവർമാവിന്റെയും വാക്ക് കേട്ടിട്ട് സത്രാജിത്തിനെ നിഗ്രഹിച്ചിട്ട് ശമന്തകരത്നം തട്ടിയെടുത്തു. അപ്പൊ ഈ സത്യഭാമയെ കല്യാണം കഴിച്ചു കൊടുക്കാത്ത ദേഷ്യമുണ്ട്. അതാണ് ശതധന്വാവ് ഈ സത്രാജിത്തിനെ വധിക്കാൻ കാരണം. ഇനി 8ാമത്തെ ശ്ലോകം. ശോകാകുരൂനുപഗതാമവലോക്യ കാന്താം ഹത്വാ ധൃതം ശതധനം സമഹർഷയസ്താം രത്നേശശങ്കൈവ മൈഥിലഗേഹമേത്യ രാമോ ഗദാ സമശിശിക്ഷതഥാർത്തരാഷ്ട്രം. ശോകാൽ കുരുൻ ഉപഗതാം കാന്താം അവലോക്യ. അപ്പൊ ഭാര്യ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടു. കാരണം സത്യഭാമയ്ക്ക് സങ്കടമായി. അച്ഛനായ സത്രാജിത്തിനെ ശതധന്വാവ് വധിച്ചില്ലേ, ആ സങ്കടത്തിൽ ഇരിക്കുകയാണ് സത്യഭാമ. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ അത് കണ്ടു. ദ്രുതം ശതധനും ഹത്വ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? അവനെ കൊന്നു എന്നുള്ളതാണ്. ആ ശതധന്വാവിനെ വധിച്ചു. താം സമഹർഷയ. എന്നിട്ട് സത്യഭാമയെ സന്തോഷിപ്പിച്ചു. രാമ രത്നേ ശങ്ക ഇവ മൈഥില ഗേഹം ഏത്യ. അപ്പൊ ഈ ഇങ്ങനത്തെ ഈ ശമന്തകമണിയുടെ ഈ കഥകളും ഒക്കെ കേട്ട് രാമന് ഒരു സംഖ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഈ രാമൻ എന്ത് ചെയ്തു? ഇവിടേക്ക് മൈഥില ഗേഹം പോവുകയാണ്, മിഥിലയിലേക്ക് പോവുകയാണ്. എന്നിട്ട് എന്ത് ചെയ്ത? ധാർത്തരാഷ്ട്രം ഗതാം സമശിക്ഷിക്ഷത. അവിടെ പോയിട്ട് ഈ ദുര്യോധനനെ ഗത അഭ്യസിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഗതയുദ്ധം ചെയ്യാന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ബലരാമന്റെ ഒരു കൂട്ടുകാരനും കൂടിയാണ് ദുര്യോധനൻ. അവിടെ പോയിട്ട് അങ്ങനെ ചെയ്തു. അച്ഛൻ വധിക്കപ്പെട്ടതിലുള്ള ദുഃഖം നിമിത്തം ആ സങ്കടം പറയാൻ ഹസ്തിനപുരത്തിലേക്ക് വന്നെത്തിയ പ്രിയെ, അതായത് സത്യഭാമയെ കണ്ടിട്ട് ഒട്ടും താമസിയാതെ ശതധന്വാവിനെ നിഗ്രഹിച്ച് നിൻ തിരുവടി ആ സത്യഭാമയെ തികച്ചും സന്തോഷിപ്പിച്ചു. ബലരാമൻ ശമന്തകത്തെ സംബന്ധിച്ച ശങ്കയുള്ളവനെ പോലെ ദ്വാരകയിലേക്ക് മടങ്ങാതെ മിഥിലാ രാജധാനിയിലേക്ക് ചെന്ന് അവിടെ താമസിക്കുന്ന കാലത്ത് ദുര്യോധനനെ ഗദായുദ്ധം വഴി പോലെ പഠിപ്പിച്ചു. ഇനി 9ാമത്തെ ശ്ലോകം. അക്രൂര ഏഷ ഭഗവൻ ഭവദീച്ഛയൈവ സത്രാജിത കുചരിതസ്യ യോജഹിംസാം അക്രൂരതോ മണിമനാഹൃതവാൻ പുനസ്ത്വം തസ്യൈവ ഭൂതിമുപധാതുമിതി ബ്രുവന്തി. ഭഗവൻ, അല്ലയോ ഭഗവാനെ, ഏഷ അക്രൂര, ഈ അക്രൂരൻ, ഭവ ഇച്ഛയായേവ, അങ്ങയുടെ ഇച്ഛ അനുസരിച്ച് തന്നെ, കുചരിതസ്യ സത്രാജിത ഹിംസാം യോജ, ദുഷ്കൃത്യങ്ങൾ ചെയ്ത സത്രാജിതനെ ഹിംസിപ്പിച്ചത്. ത്വം പുന അക്രൂരത മണി അനാഹൃതവാൻ, ത്വം പുന, അവിടുന്ന് ആവട്ടെ ശമന്തകം തിരിച്ച് എടുക്കുകയുണ്ടായില്ല. തസ്യ ഏവ, അവന്, അതായത് അക്രൂരന്, ഭൂതിം ഉപധാതും ഇതി ബ്രുവന്തി, ഐശ്വര്യം വർദ്ധിപ്പിക്കുവാനാണ് എന്ന് അഭിജ്ഞന്മാർ പറയുന്നു. അല്ലയോ ഭഗവാനെ, ഈ അക്രൂരൻ അങ്ങയുടെ ഇച്ഛ അനുസരിച്ചു തന്നെയാണ് ദുഷ്കൃത്യങ്ങൾ ചെയ്ത സത്രാജിത്തിനെ ഹിംസിപ്പിച്ചത്. അങ്ങയാവട്ടെ അക്രൂരന്റെ പക്കൽ നിന്ന് ശമന്തകം തിരിച്ചു എടുക്കുകയുണ്ടായില്ല. അവന്, അതായത് അക്രൂരന് തന്നെ ഐശ്വര്യം വർദ്ധിപ്പിക്കുവാനാണ് എന്ന് അഭിജ്ഞന്മാർ പറയുന്നു. ഇനി 10ാമത്തെ ശ്ലോകം. ഭക്തസ്ത്വയി ചിരതരസ്സഹി ഗാന്ധിനേയ തസ്യൈവ കാവതമധികതമീശ ജാത വിജ്ഞാനവാൻ ഋഷമപനാഹമിത്യുതീർണം ഗർവം ധ്രുവം ശമയിതും ഭവതാ കൃതൈവ. ഈശ, അല്ലയോ ഭഗവാനെ, സ ഗാന്ധിനേയ, ആ ക്രൂരൻ, ത്വയി സ്ഥിരതര ഭക്തഹി, അങ്ങയിൽ സ്ഥിരഹൃദയനായ പരമഭക്തനാണല്ലോ. തസ്യ ഏവ, അവന് തന്നെ, കാവതമധി, ചിത്തമാർഗത്തില് പ്രവർത്തിക്കാനുള്ള ബുദ്ധി, കഥം ജാത, എങ്ങനെ ഉണ്ടായി. അഹം വിജ്ഞാനവാൻ, ഞാൻ തികച്ചും അറിവുള്ളവനാണ്. പ്രശമവാൻ ഇതി, അക്രൂരന്റെ അഹങ്കാരം തീർക്കുവാനും, അതായത് ഗർവം ശമയിതും, അഹങ്കാരം തീർക്കാൻ വേണ്ടിയിട്ടും, ഭവതാ കൃത ഏവ ധ്രുവം, ഭഗവാൻ തന്നെ ഉണ്ടാക്കി തീർത്തതാണ് ഇതെന്ന് ഞാൻ തീർച്ചപ്പെടുത്തുന്നു. അല്ലയോ ഭഗവാനെ, ആ അക്രൂരൻ
അങ്ങയിൽ സ്ഥിരഹൃദയനായ പരമഭക്തനാണല്ലോ. അവനു തന്നെ ചിത്തമാർഗത്തില്, അതായത് ഹിംസയില് പ്രവർത്തിക്കാനുള്ള ബുദ്ധി എങ്ങനെ ഉണ്ടായി? ഞാൻ തികഞ്ഞ അറിവുള്ളവനും മനഃശാന്തി നേടിയവനും ആണ് എന്ന അക്രൂരന്റെ അഹങ്കാരം തീർക്കുവാൻ അവിടുന്ന് ഉണ്ടാക്കി തീർത്തതാണ് ഇതെന്ന് ഞാൻ തീർച്ചപ്പെടുത്തുന്നു. ആർക്കാ അഹങ്കാരം ഉണ്ടാവണം വെച്ചാൽ ഭഗവാൻ അത് ശമിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യും എന്നുള്ളതാണ്. ഇനി 11ാമത്തെ ശ്ലോകം. യാദം ഭയേന കൃതവർമ്മയുതം പുനസ്തം आहूय तद्विनीतं च मणिं प्रकाश्य तत्रैव सुहृदधरे विनिधाय तुष्यन् भामाकुचान्तशयनपवनेशपाय ഭയേന കൃതവർമ്മയുതം യാദം. ഭയേന പേടിച്ച് കൃതവർമാവിനോട് കൂടി ഓടിപ്പോയ തം പുന ആഹൂയ ആ അക്രൂരനെ അനന്തരം വിളിച്ചു വരുത്തുകയും തദ്വിനീതം മണിം ചതധന്മാവ് അവനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന സമന്തകത്തെ പ്രകാശിച്ച വെളിപ്പെടുത്തുകയും ചെയ്തിട്ട് സുഹൃതധരെ തത്ര ഏവമണി തികച്ചും മൃതനിഷ്ഠനായിട്ടുള്ള ആ അക്രൂരനിൽ തന്നെ ആ രത്നത്തെ വിനിധായ തുഷ്യൻ സമർപ്പണം ചെയ്ത് സന്തോഷത്തോട് കൂടിയിട്ട് ഭാമ കുചാന്തശയന ത്വം ഭാമ സത്യഭാമയുടെ കുചാന്തശയന മാറത്ത് തല വെച്ച് വിശ്രമിക്കുന്ന അവിടുന്ന് മാ പായ എന്നെ കാത്തു രക്ഷിക്കണമേ. അത് നമ്മൾ മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുന്നതാണ് ഗുരുവായൂരപ്പനോട്. പേടിച്ച് കൃതവർമാവിനോട് കൂടി ഓടിപ്പോയ ആ അക്രൂരനെ അനന്തരം വിളിച്ചു വരുത്തുകയും ശതധന്വാവ് അവനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന സമന്തകത്തെ വെളിപ്പെടുത്തുകയും ചെയ്ത് തികച്ചും വ്രതനിഷ്ഠയായുള്ള അവനിൽ തന്നെ ആ രത്നത്തെ സമർപ്പണം ചെയ്തിട്ട് സന്തോഷത്തോടു കൂടി സത്യഭാമയുടെ തിരുമാറിൽ വിശ്രമസുഖം അനുഭവിക്കുന്ന അവിടുന്ന് അല്ലയോ ഗുരുവായൂരപ്പ എന്നെ കാത്തുരക്ഷിക്കണമേ. ഇനി നമുക്ക് ശ്ലോകങ്ങൾ ഒന്നിച്ചു വായിക്കാം. ദശകം 80 സമന്തകം. സത്രാജിതുസ്തമതലുപ്തവദർക്കലബ്ധം ദിവ്യം സമന്തകമണിം ഭഗവന്നയാചേ തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യാത്മജാം ത്രിരഥാം ചലതോ വിവോഢും അദത്തം തം തുഭ്യം മണിവരമനേനാൽപമനസാ പ്രസേന തദ്ഭ്രാതാ ഗളഭുവി വഹൻ പ്രാപ മൃഗയാം അഹന്യേനം സിംഹോ മണിമഹസി മാംസപ്രമവശാത് കവീന്ദ്രസ്തം ഹത്വാ മണിമപി ച പാലായ ദദിവാൻ ശശംസു സത്രാജിത് ഗിരമനുജനാ സ്വാം മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണികാ തദ സർവജ്ഞോപി സ്വജനസഹിതോ മാർഗണപരാ പ്രസേനം തം ദൃഷ്ട്വാ ഹരിമപി ഗതോ ഭൂകവിഗുഹാൻ ഭവന്തമപി തർക്കയന്നതിവയാ സ്വയം ജാമ്പവാൻ മുകുന്ദ ശരണം ഹിമാം കഹിരോത്വമിത്യാലപൻ വിഭോരകുപദേ ഹരേ ജയ ജയേത്യലം മുഷ്ടിഭേ ചിരം തവ സമർത്തനം വ്യതിത ഭക്തചൂടാമണി ബുദ്ധ്വാദതേന ദത്താം നവരമണീം വരമണീം ച പരിഗൃഹ്ണൻ അനുഗൃഹ്ണൻ നമുമാഗാ സപതി ച സത്രാജിതേ മണീം പ്രാദാ തദനു സഖലു ക്രീഡാലോലോ വിലോല വിലോചനാം ദുഹിതരമോഹോ ധീമാൻ ഭാമാൻ ഗിരൈവ പരാർപ്പിതാം അതിതമണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാനപി പ്രമുദിതമനാ തസ്യൈവാദാൻ മണിം ഗഹനാശയാ ക്രീഡാപുരാം രമേണി ത്വയി സത്യഭാമാ കൗന്ദേയദാ കഥയാത കുരുൻ പ്രയാതേ ഹീഗാദിനേ കൃതവർമ്മ ഗിരാനിപാത്യ സത്രാജിതം ശതധനു മണിമാജഹാര ശോകാകുരൂനുപഗതാമപി ലോക്യ കാന്താൻ ഹത്വാ ദ്രുതം ശതധനം സമഹർഷയസ്താം രത്നേശ ശങ്കൈവ മൈഥിലഗേഹമേത്യ രാമോ ഗദാ സമശിക്ഷിക്ഷദധാർത്തരാഷ്ട്രം അക്രൂരേഷ ഭഗവൻ ഭവതിച്ഛയൈവ സത്രാജിതകുചരിതസ്യ യോധഹിംസാം അക്രൂരതോ മണിമനാ കൃതവാൻ പുനസ്ത്വം
തസ്സൈവ ഭൂതിമുപധാതുമിതി ബ്രുവന്തി ഭക്തസ്ത്വൈ ചിരതരസൈ ഗാന്ധിനേയ തസ്സൈവ കാവസമധികസമീശ ജാത വിജ്ഞാനവാഹൃശമവാനഹമിത്യുദീർണം ഗർവം ധ്രുവം ശമയിതും ഭവതാ കൃതൈവ യാതം ഭയേന കൃതവർമ്മയുതം പുനസ്തം आहूय तद्विनीतं च मणिं प्रकाश्य तत्रैव सुहृदधरे विनिधाय तुष्यन् भामाकुचान्तशयनपवने शपाय श्रीहरे नमः गोपिका जीवनस्मरणं गोविन्द गोविन्द नारायण अखिल गुरो भगवन् नमस्ते. 81ാമത്തെ ദശകം പിന്നെ പഠിക്കാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ നാരായണീയ വായന ഇവിടെ അവസാനിച്ചു. അടുത്ത നാരായണീയ വായനയായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരും. അതുവരെയ്ക്ക് എല്ലാവർക്കും